നമസ്കാരം. എഴുത്തുകളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ. ഇനി അടുത്ത് പഠിക്കേണ്ടത് യ, ര, ല, വ, ശ. ഇത്രയും എഴുതാം. ഇതില് ര, ല, വ ഇത് ഇത്രയും പഠിച്ച അക്ഷരങ്ങളാണ്. യ ഞാൻ എഴുതി കൊണ്ടുവന്ന് അകത്തൂടെ ഇങ്ങനെ കയറും. യ ഇങ്ങനെ കൊണ്ടുവന്ന് അകത്തൂടെ കയറണം. ഇങ്ങനെ യ. മനസ്സിലായോ? ര അറിയാലോ? ര ര ര. ല ലയം അറിയാലോ? ല. ല. വ വായും പഠിച്ചു. വ വ വ. ഇനി ഷ. നമ്മൾ ഗ എഴുതാൻ പഠിച്ചല്ലോ, അതുപോലെ എഴുതിയിട്ട് അകത്തോട്ടൊരു ചുരുക്ക്. ഷ ഷ ഷ ഷ. ഇപ്പൊ പഠിച്ച അക്ഷരങ്ങൾ യ, ര, ല, വ, ശ. എഴുതാം. യ, ര, ല, വ, ശ. യ, ര, ല, വ, ശ. യ, ര, ല, വ, ശ. ഇനി ആദ്യം മുതൽ എഴുതാം. ക മുതൽ. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ. യ, ര, ല, വ, ശ. ഇത് ഇത്രയും നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം. ഇനി കുറച്ച് അക്ഷരങ്ങളും കൂടെ ഉള്ളൂ. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ തീരും. സ്വരവും വ്യഞ്ജനവും നന്നായിട്ട് എഴുതി പഠിക്കണം. ഇനി ചില്ലാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.